ആദ്യത്തെ ദിവസം ജിമ്മിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാനൊക്കെ ജിമ്മിലേക്ക് ആദ്യത്തെ ദിവസം കയറി ചെന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മൊത്തത്തിലൊരു പുതിയൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത് പോലെയാണ്. ആരോട് എന്ത് ചോദിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ ആശാന്റെ അടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പക്ഷെ ആ ഒരു സിങ്ക് അങ്ങോട്ട് അത്രയ്ക്ക് വർക്കാവുന്നുണ്ടാവില്ല, കാരണം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ. സോ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ ഇനി പോകാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആദ്യത്തെ ദിവസവും ആദ്യത്തെ ഒരാഴ്ചയും ജിമ്മിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ദിസ് ഈസ് മനു. വെൽക്കം ബാക്ക് ടു അനദർ ഫിറ്റ്നസ് ഇൻഫോർമേറ്റീവ് വീഡിയോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് ഡേയും ഫസ്റ്റ് വീക്കും പ്ലാൻ ചെയ്യണം, എന്താണ് വർക്കൗട്ടുകൾ ചെയ്യേണ്ടത്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എങ്ങനെ ആ ഒരു റൊട്ടീൻ പ്ലാൻ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യത്തെ ദിവസം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുക, ഒരു 10 മിനിറ്റ് ത്രെഡ്മില്ല് നടക്കുക. ത്രെഡ്മില്ല് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ആശാൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. വളരെ സിമ്പിളാണ്. ത്രെഡ്മില്ലിൽ ഒരു 10 മിനിറ്റ്സ് വോക്ക് ചെയ്യുക. ത്രെഡ്മില്ല് ഇല്ലാത്ത ജിമ്മാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം സ്പോട്ട് ജോഗ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ജമ്പിങ് ജാക്സ് ചെയ്യുക. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ജിമ്മിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക, അവിടുത്തെ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഒരു 10-15 മിനിറ്റ് ജിമ്മിലൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. ആദ്യത്തെ ദിവസം വലിയ കാര്യങ്ങളൊന്നും ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ ദിവസം നമുക്ക് വളരെ ലൈറ്റായിട്ട് ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഒട്ടുമിക്ക ജിമ്മുകളിലും വാമപ്പുകളൊക്കെ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടാവും. റിസ്റ്റ് വാമപ്പുകൾ, നെക്ക് വാമപ്പ്, സ്പൈൻ വാമപ്പ്, അങ്ങനെ എല്ലാ ബോഡി പാർട്സിനുള്ള ചെറിയ ചെറിയ വാമപ്പുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇനി കാണിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വെറിയുടെ ആവേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഒരു ഫുൾ ബോഡി വാമപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നോക്കിയിട്ട് ആദ്യമേ തന്നെ ഒരു 10 മിനിറ്റ്സ് പ്രോപ്പർ ഒരു ഫുൾ ബോഡി വാമപ്പ് സെഷൻ നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. ആ ഒരു ഫുൾ ബോഡി വാമപ്പ് സെഷന് ശേഷം രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ ബോഡി പാർട്സിനും വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാം. നിങ്ങളൊരു ബോഡി വെയ്റ്റ് സ്ക്വാട്സ്, ഒരു 10 ബോഡി വെയ്റ്റ് സ്ക്വാട്സ് ചെയ്യുക. ലാറ്റ് പുൾ ഡൗണിൻ്റെ മെഷീൻ ഉണ്ടാവും, ഈ കാണുന്ന മെഷീൻ. ഈ ഒരു മെഷീനിൽ പോയിട്ട് ഒരു 10 ലാറ്റ് പുൾ ഡൗൺ ചെയ്യുക. ലാറ്റ് പുൾ ഡൗൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ വെയിറ്റിലിട്ടിട്ട് മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ വെയിറ്റ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളും ഒക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും ഓവറോൾ ബോഡിക്ക്. സോ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ദിവസങ്ങളിൽ ജിമ്മിൽ വരൽ നിൽക്കും. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രം ചെയ്യുക. ആദ്യത്തെ ഒരു 1, 2, 3, 4 ദിവസങ്ങളിൽ, ആദ്യത്തെ ഒരാഴ്ചയിൽ വളരെ ലൈറ്റ് വെയിറ്റ് മാത്രം യൂസ് ചെയ്യുക. ഈ വേദന അവോയ്ഡ് ചെയ്യാൻ മാത്രമല്ല, കാരണം നിങ്ങൾ ജിമ്മിലേക്ക് വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോ വർക്കൗട്ടും ചെയ്യേണ്ട ഫോമും ടെക്നിക്കും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. സോ ഇതൊക്കെ മനസ്സിലായി ആദ്യം ഇതിൻ്റെയൊക്കെ ഒരു ഫോമും ടെക്നിക്കും മനസ്സിലാക്കുക, എങ്ങനെയാണ് മെഷീൻസ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെയിറ്റ് കൂട്ടിയിട്ട് വർക്കൗട്ടുകൾ ചെയ്താൽ മതി. സോ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10-15 പുഷപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് പുള്ളപ്പിലേക്കാണ്. പുള്ളപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്ന പോലെ 1, 2, 3 പുള്ളപ്പ് ചെയ്യുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ദെൻ നെക്സ്റ്റ് ബോഡി വെയ്റ്റ് സ്ക്വാട്സ് ചെയ്യുക. അതൊരു 10 ചെയ്യുക. ഈ വീഡിയോസിൽ കാണുന്ന ഒരു 10 ബോഡി വെയ്റ്റ് സ്ക്വാട്സ് ചെയ്യുക. 10 ബോഡി വെയ്റ്റ് സ്ക്വാട്ട് ചെയ്തതിന് ശേഷം ദെൻ അഗെയിൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ ബോഡി വെയ്റ്റ് സ്ക്വാട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെസ്റ്റിൻ്റെ കിടക്കുന്ന ആ ഒരു സാധനത്തിൽ പോയിട്ട് ബെഞ്ചിൽ പോയിട്ട് കിടക്കുക. ഡമ്പൽ എടുത്തിട്ട് ജസ്റ്റ് ചെസ്റ്റ് പ്രസ് ഒരു 10 ചെയ്യുക. ആശാൻ നിങ്ങൾക്ക് മിക്കവാറും കാണിച്ചു തരും, ഒട്ടുമിക്ക ജിമ്മുകളിൽ ആശാന്മാർ ഇതൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. അത് ജസ്റ്റ് ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യുക. ദെൻ ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഷോൾഡർ പ്രസ്, ഡമ്പൽ എടുത്തിട്ട് ഷോൾഡർ പ്രസ് ചെയ്യുക, അതും ഒരു 10 ചെയ്യുക. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിന് ഫ്രണ്ട് റൈസ് ചെയ്യാം, ഒരു 10. ദെൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം രണ്ടാമത്തെ ദിവസം. ദെൻ ഒന്ന് സ്ട്രെച്ച്, നിങ്ങളുടെ ആമൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, നെക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രെച്ചിങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോവുക. നല്ല പ്രോട്ടീനുള്ള ഫുഡുകൾ കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക. പിറ്റേ ദിവസം ഇതേപോലെ വരിക, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ വീണ്ടും റെപ്പിറ്റേഷൻ ചെയ്യുക, വീട്ടിൽ പോവുക, നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ ഫുഡ് കഴിക്കുക. ഈ ഒരു സെയിം പാറ്റേൺ ഒരു 4 ദിവസം 5 ദിവസം ഫോളോ ചെയ്യുക. ആദ്യത്തെ ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ ജിമ്മിൽ പോയാൽ മതി. അങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോവുക ആദ്യത്തെ ഒരാഴ്ചയിൽ. പിന്നെ രണ്ടാമത്തെ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വെയിറ്റ് ഒക്കെ കൂട്ടി വർക്കൗട്ട് ചെയ്യാം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആദ്യത്തെ ആഴ്ചയെ കുറിച്ചിട്ടാണല്ലോ.
ഇനി രണ്ടാമത്തെ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തു തുടങ്ങാം, ചെറിയ രീതിയിലുള്ള വർക്കൗട്ട്. ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ വർക്കൗട്ട് പ്ലാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മേ ബി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കൗട്ട് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് പറഞ്ഞുതരാം. ഒന്നാമതെന്ന് പറയുന്നത് ലിഫ്റ്റിംഗ് ടു ഹെവി ഓൺ ദ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക്. ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ വലിയ ജിമ്മന്മാരൊക്കെ നിന്നിട്ട് വെയിറ്റ് എടുക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് ഒരുപാട് വലിയ വെയിറ്റുകൾ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിലേക്ക് വരുന്ന ഒരാളാണ്. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഈഗോ വർക്കൗട്ട് ആക്കിയിട്ട് പോയിട്ട് വലിയ വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഒരിക്കലും ഹെവി വെയിറ്റ് ആദ്യത്തെ 1-2 ആഴ്ചകളിൽ എടുക്കാനേ പാടില്ല. 1-2 ആഴ്ചകളിലല്ല, ആദ്യത്തെ ഒരു മാസത്തേക്ക് നിങ്ങൾ ഹെവി വെയിറ്റ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റ് വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ റെപ്പിറ്റേഷൻ കൂട്ടിയിട്ട് ചെയ്യാം. ഡോണ്ട് കോപ്പി അതർ പീപ്പിൾസ് വർക്കൗട്ട്. അതായത് അഡ്വാൻസ്ഡ് ലിഫ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ജിമ്മുകളിൽ ഉണ്ടാവും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എക്സ്പെഷ്യലി ഡെഡ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ, അവരൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡെഡ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴേ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, നല്ല വെയിറ്റ് ഒക്കെ ഇട്ട് ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൈൻ ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതേപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കുകളൊന്നും ആദ്യത്തെ ഒരു മാസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മറ്റുള്ള ആൾക്കാരുടെ വർക്കൗട്ടുകൾ കണ്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡുകൾ കണ്ട് അത് ഒരിക്കലും കോപ്പി ചെയ്യാതിരിക്കുക. നിങ്ങൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുക. വാമപ്പും കൂൾ ഡൗണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വാമപ്പ് ചെയ്യുക. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് ബോഡി കൂൾ ഡൗൺ സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുക. ഇത് ചെയ്യാതെ വർക്കൗട്ട് ചെയ്താലും നിങ്ങളുടെ ബോഡിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും, ഈവൻ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ, ജിം സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനും ചെയ്തിട്ടുണ്ട്. ആദ്യം ജിമ്മിലേക്ക് വരുന്നു, വാമപ്പ് ചെയ്തു എന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി 1-2 മിനിറ്റ് ജസ്റ്റ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് നേരെ പോയിട്ട് വെയിറ്റ് എടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 99% ആൾക്കാരും വർക്കൗട്ട് കഴിഞ്ഞാൽ ബോഡിക്ക് സ്ട്രെച്ചിങ് കൊടുക്കാതെയാണ് ജിമ്മിലേക്ക് പോവുക. നമ്മുടെ ബോഡിയും ബ്ലഡ് ഫ്ലോ ഒക്കെ ഭയങ്കര പമ്പായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിനൊരു കൂൾ ഡൗൺ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പർ കൂൾ ഡൗൺ ബോഡിക്ക് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വീട്ടിലേക്ക് പോവുക. എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്കവറി കുറച്ച് സ്ലോ ആയിരിക്കും. സോ എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് കുറേ നേരം വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആദ്യത്തെ ഒരു മാസത്തേക്ക് എല്ലാ ആഴ്ചയിലും നിങ്ങളൊരു 4-5 ദിവസമൊക്കെ മാക്സിമം ജിമ്മിൽ പോയാൽ മതി. അല്ലാതെ 6 ദിവസവും 7 ദിവസവും ഒന്നും ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ജിം സ്റ്റാർട്ടിങ് ടൈമിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ടുണ്ട്. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും തന്നെ അതറിയില്ല. നിങ്ങളുടെ ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് ഉണ്ടെങ്കിലാണ് ബോഡിക്ക് റിക്കവറി ഉണ്ടാവുള്ളൂ, മസിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സൺഡേ അടക്കം ജിമ്മിൽ പോയിട്ട് മരണമാസം വർക്കൗട്ടുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൺഡേ ഒക്കെ റെസ്റ്റ് ഡേ ആയിട്ട് കീപ്പ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഈവൻ സാറ്റർഡേ ഓൾസോ റെസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബോഡിക്ക് പ്രോപ്പർ റിക്കവറിയും പ്രോപ്പർ റെസ്റ്റുമാണ് ആവശ്യം. ഡയറ്റിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓടിപ്പോയിട്ട് ജിമ്മിലേക്ക് പോയിട്ട് കുറേ വർക്കൗട്ടുകൾ ചെയ്യും. പക്ഷെ അവർ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാൻ വളരെയധികം മറന്നു പോകും. നിങ്ങൾ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഡയറ്റുകളോ പ്രോട്ടീൻ പൗഡറോ ഒന്നും യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ അകത്തു നിന്ന് തന്നെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ചെറിയ തരത്തിലുള്ള ഡയറ്റുകളൊക്കെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള എന്താണ് പ്രോട്ടീൻ, എന്താണ് കാർബ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് പ്രോട്ടീനൊക്കെ എക്സ്ട്രാ കഴിക്കാം. ഒരു 3-4-5 മുട്ട ഡെയിലി കഴിക്കുക. കുറച്ച് ചിക്കനും കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഡെയിലി കഴിക്കുക. ഇതൊക്കെ തന്നെയാണ് ഒരു ബേസിക് ഡയറ്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങൾ എന്തോരം വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ അകത്തേക്ക് ഒന്നും പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മസിൽ ബിൽഡിങ് നടക്കാനായിട്ട് പോകുന്നില്ല. അതൊരു ഹാർഷ് റിയാലിറ്റിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയേ തീരും. ഈ ഫുഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം. പോസ്റ്റ് വർക്കൗട്ട് മീലും പ്രീ വർക്കൗട്ട് മീലും കുറച്ച് പ്രോപ്പറായിട്ട് എടുക്കുക. നിങ്ങൾ വർക്കൗട്ടിന് വരുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് ഒരു 2 ബനാനയും ഒരു ബ്ലാക്ക് കോഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എനർജി കിട്ടും. ഇതിനെയാണ് പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത്. പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറഞ്ഞാൽ പ്രീ മീൻസ് ബിഫോർ, അതായത് വർക്കൗട്ടിന് മുമ്പ് എടുക്കുന്ന മീൽ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എനർജി തരിക എന്നുള്ളതാണ്. ദെൻ പോസ്റ്റ് വർക്കൗട്ട് മീലിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും കൂടുതൽ പ്രോട്ടീനുമാണ്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഡാമേജ് ആകുന്നു. അത് റീബിൽഡ് ആവാനായിട്ട് പ്രോട്ടീൻ വേണം. സോ നമ്മൾ വർക്കൗട്ടിന് ശേഷം പ്രോട്ടീൻ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇൻക്രീസ് ആയിരിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കുറച്ചും കൂടി അബ്സോർബ് ആവും. ഇനി വർക്കൗട്ട് കഴിഞ്ഞ് അപ്പം തന്നെ പ്രോട്ടീൻ കഴിച്ചാലേ പ്രോട്ടീൻ അബ്സോർബ് ആവൂ എന്നൊന്നുമില്ല. വർക്കൗട്ട് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറിനുള്ളിൽ പ്രോട്ടീൻ കഴിച്ചാലും മതി. പക്ഷെ നിങ്ങൾക്ക് വർക്കൗട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ കഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്, നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സോ പ്രീ വർക്കൗട്ട് മീലും പോസ്റ്റ് വർക്കൗട്ട് മീലും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കഴിക്കുക. ഫൈനലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ജിമ്മിൽ പോകുന്നത്
നിങ്ങൾ കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. ഒരു 2-3 ആഴ്ച പോയി കഴിയുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. അതിനുശേഷം ഓരോ കാര്യങ്ങളും പതിയെ പതിയെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനും വർക്കൗട്ട് ചാർട്ടും പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരിക. അതിനുശേഷം പതിയെ പതിയെ നിങ്ങളുടെ ഡയറ്റ് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരിക, സ്ലീപ്പ് സൈക്കിൾ പെർഫെക്റ്റ് ആക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പതിയെ പതിയെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ മതി. ആദ്യത്തെ സമയങ്ങളിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. ജിമ്മിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ജിമ്മിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിക്കാം. അവരൊക്കെ ഉറപ്പായിട്ടും ഇതൊക്കെ പറഞ്ഞു തരും. സോ അങ്ങനെ ബാക്കിയുള്ളവരോട് ചോദിച്ച് പഠിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. സോ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്തും, ഞാൻ വരുത്തും, എല്ലാവരും വരുത്തും. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്കുകളിൽ നിന്നായിരിക്കും പഠിക്കുക. സോ മിസ്റ്റേക്കുകൾ വരുത്തുക, പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോവുക. നിങ്ങൾക്ക് നല്ലൊരു ഫിസിക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ആസ് ഓൾവേസ്, till next video, stay motivated and happy lifting.